أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 922 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഇസ്രാഇന്റെ പഠനം നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസം വളരെ പരിമിതമായ ചോദ്യങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തിന്റെ പഠനം ഏകദേശം നമ്മൾ എക്സോസ്റ്റ് ചെയ്തു എന്നൊരു ധാരണയാണ് ഉള്ളത്. പഠനത്തിന്റെ ഭാഗമായി ആയത്തുകളുടെ വിശദീകരണം നടത്തിക്കൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവാറും സൂറത്തുൽ ഇസ്രാഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ അതോടെ കഴിഞ്ഞു എന്ന് കരുതുകയാണ്. അപ്പോ ഒരു ശൂന്യത ഉണ്ടാവാതിരിക്കുക എന്നുള്ള നിലക്കാണ് പുതിയൊരു സൂറത്തിന്റെ തുടക്കമാവാം എന്ന് ആലോചിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ സൂറത്തായിട്ടാണ് സൂറത്തുൽ കഹ്ഫിന്റെ ക്രമീകരണം. മക്കയിൽ അവതരിച്ച 110 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള സൂറത്താണിത്. ഈ സൂറത്തിന്റെ പേര് അൽ കഹ്ഫ് എന്നാണ്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. ആളുകൾക്ക് തങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ളിൽ വ്യാസമുള്ള കുറച്ച് വിശാലതയുള്ള ഒരു ഗുഹക്കാണ് കേവ് കഹ്ഫ് എന്ന് പറയുന്നത്. അറബിയില് ഗാറ് എന്ന
പദവും ഗുഹക്ക് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കഹഫ് എന്നാണ്. ഹിറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാറ് എന്ന പദമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ രണ്ട് വ്യത്യസ്ത പദങ്ങളുണ്ട്. ചെറിയ അർത്ഥസൂചനകളിൽ ചെറിയ വ്യത്യാസവും അതിൽ കാണാൻ കഴിയും. ഈ കഹഫ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ കേവ് എന്ന വാക്ക് ഉടലെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറ്റിമോളജിക്കലി അങ്ങനെ ഒരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്തില്, അതുപോലെ അതിന്റെ തൊട്ടു മുമ്പ് 9-ാമത്തെ ആയത്തിലൊക്കെ ഈ കഹഫ് എന്ന വാക്ക് ഉപയോഗിച്ചത് കാണാം. അമ്മ ഹസിബിത്ത അന്ന അസ്ഹാബൽ കഹഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ എന്നത് 9-ാമത്തെ ആയത്താണ്. അതിനെ തുടർന്ന് 10-ാമത്തെ ആയത്തിൽ ഇത് അവൽ ഫിത്തിയതു ഇലൽ കഹഫി ഫഖാലു റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. ഇത് 10-ാമത്തെ ആയത്താണ്. അങ്ങനെ ഏതാനും ആയത്തുകളിൽ കഹഫ് എന്ന വാക്ക് വരുന്നുണ്ട് എന്നതാണ് ഈ സൂറത്തിന് കഹഫ് എന്ന പേര് നൽകപ്പെടുന്നതിന് കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽ കഹഫ് എന്ന് പറഞ്ഞാൽ ദ കേവ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അൽ കഹഫ്. ദ കേവ്, കേവ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കുന്ന പദം. അപ്പൊ അകം വ്യാസമുള്ള ആളുകൾക്ക്, കുറച്ചു പേർക്കൊക്കെ കയറി തങ്ങാൻ കഴിയുന്ന ഉൾവിസ്താരമുള്ള ഒരു ഗുഹക്കാണ് കഹഫ് എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് മുതൽ ഹിജ്റ വരെയുള്ള 13 വർഷക്കാലം അതിന്റെ സ്വഭാവപരമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് ഒരു 4 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ രഹസ്യമായിട്ട് മാത്രം പ്രബോധനം നിർവഹിച്ചിരുന്ന ആദ്യത്തെ 3 വർഷം. രണ്ടാമത്തെ ഘട്ടം ഈ 3 വർഷം പിന്നിട്ടതിനെ തുടർന്ന് ഹിജ്റ 5-ാം വർഷം വരെയുള്ള സമയം. അപ്പോ പരസ്യമായ പ്രബോധനം അതിന്റെ ആദ്യഘട്ടത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. ഈ 5 മുതൽ പിന്നെ 10 വരെയുള്ള വർഷങ്ങൾ, 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളുടെ അവസ്ഥയൊക്കെ വന്നു ചേരുന്നത്. അത് ആമുൽ ഹുസൻ എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു വർഷമാണ്, അല്ലെങ്കിൽ അതിനെ തൊട്ടുടനെയുള്ള ആ സമയം. അപ്പൊ ഈ ഹിജ്റ 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയെയും പിതൃവ്യൻ അബൂ താലിബിനെയും ഒക്കെ നഷ്ടപ്പെടുന്നത്. വലിയ താങ്ങും തണലുമായിരുന്ന ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലാതെയാവുകയാണ്. അപ്പൊ അതിനെ തുടർന്നാണ് നമ്മൾ ഇപ്പോ പഠനം പൂർത്തീകരിച്ചിട്ടുള്ള സൂറത്തുൽ ഇസ്രാഇന്റെ അവതരണമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് 3-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലായിട്ട് കാണാൻ കഴിയും. അപ്പോ ഈ ഘട്ടം, ഈ നമ്മൾ ഈ സൂറത്തുൽ കഹഫിന്റെ അവതരണം ഈ 3-ാം ഘട്ടത്തിന്റെ ആദ്യത്തിലായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ 2-ാം ഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആളുകളുടെ ഭാഗത്തുനിന്ന് അവഹേളനം, അതുപോലെ വിമർശനം, പരിഹാസം, ശക്തമായ ആരോപണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളുടെ പല രൂപത്തിലാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2-ാം ഘട്ടത്തില്
ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള പ്രതികരണം അങ്ങനെയൊക്കെയാണ്. നബിയെ പരിഹസിക്കലും അവഹേളിക്കലും അദ്ദേഹത്തെ വിമർശിച്ചും പരിഹസിച്ചും ആരോപണങ്ങള്, ഭീഷണി, പ്രലോഭനം, ഇങ്ങനെ പല സംഗതികളൊക്കെ ആയിട്ടാണ് മക്കാര് അദ്ദേഹത്തെ നേരിട്ടുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ഘട്ടം ആവുമ്പോഴേക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഞാൻ സൂചിപ്പിച്ച താങ്ങും തണലുമായി നിന്നിരുന്ന അബൂ ത്വാലിബിന്റെയും അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഈ രണ്ട് പേരുടെയും സാന്നിധ്യം കാരണമായി ഉണ്ടായിരുന്ന വലിയൊരു ഒരു സുരക്ഷിതത്വ ബോധം, അതുപോലെ അവരുടെ രണ്ടു പേരുടെയും കുടുംബങ്ങളുടെ ഒരു പിന്തുണ, ഇതൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സംജാതമാവുന്നത്. അപ്പോ ഈ മൂന്നാമത്തെ ഘട്ടം ആവുമ്പോഴേക്ക് ശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ആളുകൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുഖ്യമായിട്ട് സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ബഹിഷ്കരണമാണ്. ഷുഐബ് അബി താലിബില് തങ്ങേണ്ടി വന്ന ഒരു കാലം, അവിടെ അവർ ഉപരോധിക്കപ്പെട്ട അവസ്ഥയിൽ ഒക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. സാമ്പത്തികമായിട്ട് ഉപരോധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കുടുംബവും. അദ്ദേഹത്തെ പിൻപറ്റിയ അനുയായികളുടെയും കാര്യത്തിൽ അവർ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാമൂഹ്യമായ ഉപരോധവും സാമ്പത്തികമായ ഉപരോധവും ഒക്കെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോ സാമൂഹ്യ ബന്ധങ്ങള് മുറിച്ചു മാറ്റപ്പെട്ട, ജീവിതം വളരെ ദുസ്സഹമായി മാറുന്ന ഒരു സാഹചര്യമാണത് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ ഹിജ്റ 10-ാം വർഷത്തോടുകൂടി ഈ രണ്ടു പേര് അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരിക്കുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ സാഹചര്യം വളരെ, അതുപോലെ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുടെയും സാഹചര്യം വളരെ പ്രയാസകരമായി മാറുന്ന ഒരു സാഹചര്യമാണ് സംജാതമാവുന്നത്. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു ഘട്ടത്തിലാണ് സൂറത്തുൽ കഹ്ഫ് ഈ 3-ാം ഘട്ടത്തിലാണ് അവതരിക്കുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ചില മുഫസ്സിറുകൾ ആ വിധത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സൂറത്തിന്റെ അവതരണത്തിന് കാലനിർണയം ചെയ്യുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഈ സൂറത്തിന്റെ അവതരണ ഘട്ടത്തില് എത്യോപ്യയിലേക്കുള്ള, ഹബശയിലേക്കുള്ള ഹിജ്റ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പോ ഹിജ്റയ്ക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട്. ആളുകൾ അങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ സൂറത്തിലും ഇതിന്റെ തൊട്ടു മുമ്പും ശേഷവും ഒക്കെ അവതരിച്ച സൂറത്തുകളിലൊക്കെ ആയിട്ട് ഹിജ്റ ഒരു വിഷയമാവുന്ന വിധത്തിലുള്ള പലതും ഈ ഖുർആന്റെ അവതരണത്തിന്റെ ഭാഗമായിട്ട് മക്കയിലെ ആളുകളെ, വിശേഷിച്ച് സത്യവിശ്വാസികളെ കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ സൂറത്തുകളിൽ ഹിജ്റ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഹിജ്റ ചെയ്തുകൊണ്ട് ആണെങ്കിൽ പോലും, അതുപോലെ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും വിശ്വാസം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നത് ചരിത്രപരമായ പല സംഗതികളെയും പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം ഈ ഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽ പൊതുവായിട്ട് കാണാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫ് അങ്ങനെ ഒരു സംഭവം അടങ്ങുന്ന ഒരു സൂറത്താണ്. 3 മുഖ്യമായ വിഷയങ്ങളാണ് ഈ സൂറത്തിൽ കാണാൻ കഴിയുക. അത് 3 ചോദ്യങ്ങളാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ആ സമൂഹം
വിശേഷിച്ച് മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെ ആയിട്ടുള്ള ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങളും യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളുമായി അവരുടെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധമുള്ള ചോദ്യങ്ങളാണ്. മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകള് സ്വാഭാവികമായ നിലക്ക് ചോദിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത, ജസീറത്തുൽ അറബിലോ ഹിജാസ് പ്രദേശത്തോ ഒന്നും ആളുകള് ചർച്ച ചെയ്യാറുണ്ടായിരുന്നില്ലാത്ത ചോദ്യങ്ങളാണ്, വിഷയങ്ങളാണ് ഈ ചോദ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ 3 ചോദ്യങ്ങള് ചോദിക്കുന്നത് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുടെ പ്രേരണയിലും സമ്മർദ്ദത്തിലും ഒക്കെ ആവാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മക്കക്കാര് സ്വാഭാവികമായ നിലക്ക്, സ്വന്തം നിലക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ യാതൊരു നിലക്കും സാധ്യതയില്ല. കാരണം അവർക്ക് പരിചയമുള്ള വിഷയങ്ങളല്ല, അവരുടെ സംസാരത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളല്ല. ഈ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ യഹൂദരും ക്രൈസ്തവരും ഒക്കെയായ ആളുകൾക്കിടയിൽ മാത്രം കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് മക്കയിലെ ആളുകളാണ്. പക്ഷെ അവര് യഹൂദരോ ക്രൈസ്തവരോ ഒക്കെ ആയിട്ട് അവർക്ക് ബന്ധമുള്ള, ചുറ്റുപാടുമുള്ള സമൂഹങ്ങളിലെ ആളുകൾ അവരോട് ആവശ്യപ്പെട്ട പ്രകാരം ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. യഹൂദരും ക്രൈസ്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും ജ്ഞാന സ്രോതസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് അവരുടെ താല്പര്യം. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനോടുള്ള പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ വിധത്തില് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് പ്രാപ്യമല്ലാത്ത ചില ജ്ഞാന മേഖലകളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ജ്ഞാന സ്രോതസ്സുകളിൽ നിന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധമായിട്ട് വിവരം കിട്ടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. മക്കക്കാരെ ഇതിനവര് പ്രേരിപ്പിച്ചുകൊണ്ട് മക്കക്കാരാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിനുള്ള മക്കക്കാർക്കുള്ള പ്രേരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. മറുപടി പറയാൻ പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ട്രാപ്പ് ചെയ്യുക, ഒന്ന് പ്രയാസത്തിൽ അകപ്പെടുത്തുക എന്നതാണ് അവര് ഉദ്ദേശിക്കുന്നത് എന്നതും നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ 3 ചോദ്യങ്ങൾ അത് വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ സൂറത്തിൽ. അതിൽ ഒന്നാമത്തെ ചോദ്യം അത് അഹ്ലുൽ കഹഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഗുഹാവാസികൾ, ഗുഹയിൽ കഴിഞ്ഞുകൂടിയ, ദീർഘമായൊരു കാലം ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ഒരു കൂട്ടർ, അവരാരായിരുന്നു, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ആണ് ഒന്നാമത്തെ ചോദ്യം ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഹിളർ എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യം എന്തായിരുന്നു, വസ്തുത എന്തായിരുന്നു, ആരാണ് ഹിളർ, അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ അസാധാരണത്വമോ പ്രത്യേകതയോ ഒക്കെ എന്താണ് തുടങ്ങിയിട്ടുള്ള ഹിളറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ദുൽഖർനൈൻ എന്ന ചരിത്ര കഥാപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആരാണ് ദുൽഖർനൈൻ? ദുൽഖർനൈൻ എന്ത് ദൗത്യമാണ് നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത്? ചരിത്രത്തിൽ അദ്ദേഹത്തെ പ്രസക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ വലിയ നേട്ടങ്ങൾ എന്ന്
പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ നേട്ടങ്ങൾ അദ്ദേഹം കരഗതമാക്കിയപ്പോ അദ്ദേഹത്തിന്റെ നിലപാട് എന്തൊക്കെയായിരുന്നു തുടങ്ങിയിട്ടുള്ളതാണ് ഈ മൂന്നാമത്തെ ചോദ്യം. അപ്പൊ ഈ ഗുഹയിൽ തങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ട ചോദ്യം, അതുപോലെ ഖിളർ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, ദുൽഖർനൈൻ എന്ന ചരിത്ര കഥാപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം. ഈ മൂന്ന് ചോദ്യങ്ങളുമാണ് യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെ, വിശേഷിച്ച് അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ പ്രേരണയിൽ മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിക്കുകയുണ്ടായത്. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക്, അതും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരാള് എന്നുള്ള നിലക്ക്, ഔപചാരികമായ വിദ്യാഭ്യാസം ഒട്ടും നേടിയിട്ടില്ലാത്ത ഒരാള് എന്നുള്ള നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിലക്ക് ഒരു മറുപടിയും നൽകാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നില്ല ഈ മൂന്ന് ചോദ്യങ്ങൾ. മക്കയിലെ ആർക്കും തന്നെ അറിയുമായിരുന്നില്ലാത്ത വിഷയങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, അക്കാലത്ത് എഴുത്തും വായനയും അറിയുമായിരുന്ന, അല്പസ്വല്പമൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, കവിത രചിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ആളുകൾക്കൊന്നു പോലും അറിയുകയില്ലാത്ത വിഷയങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങള് സവിസ്തരം പ്രതിപാദിക്കുകയാണ് ഈ സമാവിയായ വെളിപ്പാടുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു കൊടുക്കുകയാണ് സൂറത്തുൽ കഹ്ഫിൽ. ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെയുള്ള ഒരു സാഹചര്യത്തിലുള്ള, അദ്ദേഹത്തിന്റെ അവസ്ഥയിലുള്ള ഒരാൾക്ക് ഒരു നിലക്കും സ്വന്തമായി രചിച്ചുണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്, ചരിത്ര വസ്തുതകൾ അടങ്ങിയിട്ടുള്ള വിവരണങ്ങളാണ് ഈ സൂറത്തിൽ വരുന്നത്. പൂർവിക വേദങ്ങളിലോ വേദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രചനകളിലോ പോലും ഇത്ര തെളിമയോടും വിശദാംശങ്ങൾ അടങ്ങിയ വിധത്തിലും ഈ കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നില്ല എന്നതാണ് അതിലെ വളരെ വിസ്മയകരമായ ഒരു കാര്യം. മക്കയിലെ ആളുകൾ ആരോപിച്ചിരുന്നത് പോലെ ഇത്തരം പശ്ചാത്തലമുള്ള ആരോ ഒരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഖുർആന് പരാമർശിക്കുന്നുണ്ട്, അറബി ഭാഷക്കാരനല്ലാത്ത ഒരാള് ഇത്ര തെളിമയുള്ള അറബി ഭാഷയിൽ ഈ കാര്യങ്ങൾ വിവരിക്കുകയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഖുർആൻ അതിനോട് പ്രതികരിക്കുന്ന നമ്മളൊരു ഘട്ടത്തില് കാണുകയുണ്ടായിട്ടുള്ളതാണ്. അപ്പോ അവർക്കൊന്നും അവര് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ പോലെ അത് പൂർവിക വേദങ്ങളുമായി ബന്ധമുള്ള ആരോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നതാണ് എന്ന് തുടർന്ന് പറയാൻ കഴിയാത്ത വിധത്തില് വളരെ യുണീക്നെസ് അടങ്ങിയിട്ടുള്ള മറുപടിയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമായിട്ട് ഈ സൂറത്തിൽ നൽകപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ ഇതിലൂടെ ബോധ്യപ്പെടുത്തപ്പെടുന്നത്, ഇതിനോടൊപ്പം തന്നെ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു എന്നതിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച മക്കയിലെ ആളുകളുടെ, മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിലപാടിനെയും അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, അവര് പിന്തുടർന്നു വരുന്ന നയങ്ങളെയും ഒക്കെ ഈ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിലെ കഥകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ആളുകൾ എത്ര ആക്ഷേപാർഹമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നത് വെളിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഗുഹാവാസികള് അവരുടെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളിൽ നിന്നാണ് അഭയം തേടിക്കൊണ്ട് ഗുഹയിലെത്തുന്നത്. അവര് സത്യവിശ്വാസികളായിരുന്നു. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് അവര് വലിയ ഭീഷണികൾ നേരിടുകയുണ്ടായത്. ആ ഘട്ടത്തിലാണ് അവര് അതിൽ നിന്ന് ഒരു മുക്തി നേടുന്നതിന് വേണ്ടി നാട് വിട്ടു പോകുന്ന വഴിക്ക് ഗുഹയിൽ അഭയം പ്രാപിച്ച് അള്ളാഹു അവരെ ദീർഘമായ ഒരു കാലം ഉറക്കിക്കിടത്തുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്, ഈ ഗുഹാവാസികൾ
എത്ര വലിയ ഭീഷണിയും പ്രയാസവുമാണോ നേരിട്ടുകൊണ്ടിരുന്നത്, സമാനമായ ഒരു പ്രയാസവും പ്രതിസന്ധിയും ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ആ അവരെ പ്രയാസങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൂടി ബോധ്യപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഈ വിവരണം വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ അവർ നിലക്കൊണ്ടിരുന്നത് തെളിമയാർന്ന കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയാണ് എന്ന കാര്യവും അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഖിളർ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതുപോലെ ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും മക്കയിലെ ആളുകളെ അവരിപ്പോ പിന്തുടർന്നു വരുന്ന ധിക്കാരപരമായ നിലപാടിനെയും അവരുടെ അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവര് നിലകൊള്ളുന്ന അവരുടെ നിലപാടിനെയും ഒക്കെ വളരെ കൂടുതലായിട്ട് തുറന്നു കാണിക്കുന്ന രീതിയിലാണ് ആ വിവരണങ്ങൾ വരുന്നത്. ദുൽഖർനൈൻ അത്യസാധാരണമായ ചില പ്രാഗൽഭ്യങ്ങളും വൈദഗ്ധ്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നിട്ട് പോലും വളരെ വിസ്മയകരമായ ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ച ആളായിരുന്നിട്ട് പോലും അതിന്റെ പേരിലൊന്നും അഹങ്കരിക്കാതെ വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ മുന്നില് വിനയാന്വിതനായിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു കാഴ്ച ഖുർആൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതേപോലെ ഖിളർ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിലും വളരെ ശ്രദ്ധേയമായ ഒരു പാഠം മനുഷ്യ സമൂഹം പഠിക്കുന്നതിന് വേണ്ടി പകർന്നു നൽകപ്പെടുന്നത് നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കൂടാത്ത പല വിഷയങ്ങളും ഇതിൽ കടന്നു വരുന്നുണ്ട്. മുഖ്യമായ പ്രതിപാദ്യ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിന് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് വളരെ ശക്തമായി തന്നെ നിർദ്ദേശിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇസ്ലാമിക സമൂഹം അത് ആ വിധത്തിൽ നിലനിർത്തി പോരുന്ന ഒരു കാര്യവുമാണ്. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു ചര്യയായിട്ട് നിലനിന്ന് പോരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ മാത്രവുമല്ല, ഈ ആഖിറു സമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവസാന കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യമായ ചില വിഷയങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ വിവരണങ്ങളിൽ പരോക്ഷമായിട്ട് നൽകപ്പെടുന്ന ചില സൂചനകളായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെയാണ് സൂറത്തുൽ കഹ്ഫിന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഒരു പുസ്തക രൂപത്തിൽ ഉള്ള ഘടനയിൽ അതിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചാൽ അതിന്റെ മധ്യത്തിലായിട്ടാണ് ഈ സൂറത്ത് വരുന്നത്. അപ്പോ ഇതിന്റെ വിശദമായ പഠനം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം മുതൽ ആരംഭിക്കാം. ഞാൻ ആദ്യത്തെ 5 ആയത്തുകൾ നിങ്ങളെ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ വിശദമായ അതിന്റെ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥസൂചനകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യത്തിലേക്കോ ഒന്നും ഞാനിപ്പോ കടക്കുന്നില്ല. മുഖ്യമായിട്ട് നമ്മളെ മനസ്സിൽ അവശേഷിക്കേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിത കാലഘട്ടത്തിൽ, അതും ഹിജ്റ വളരെ അനിവാര്യമായി മാറിയ ആ 4ാം ഘട്ടത്തിന്റെ തൊട്ട് മുമ്പ് ഒക്കെ അതിന്റെ തുടക്കത്തിലൊക്കെ അവതരിച്ചതായിട്ടാണ് ഈ സൂറത്ത് മനസ്സിലാക്കപ്പെടുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രേരണയിൽ ഉന്നയിച്ച 3 ചോദ്യങ്ങൾക്ക്
വളരെ ആകർഷകമായ രീതിയിൽ വളരെ തികവാർന്ന വിധത്തിൽ മറുപടി നൽകപ്പെടുകയാണ് ഈ സൂറത്തില്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും അവരന്ന് നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തെ, മക്കയിലെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളുടെ സ്വഭാവം തുറന്നു കാണിക്കുന്ന ഒരു കാര്യം കൂടി ഈ ചരിത്ര സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ സൂറത്തിൽ നിർവഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വിധത്തില് ഈ സൂറത്തിന്റെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 110 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം എന്നുള്ള നിലക്കാണ് മുഖ്യമായിട്ടും അതിലെ ആ പ്രതിപാദനം വരുന്നത്. ഇതിന്റെ പേര് ഈ സൂറത്തിലെ പരാമർശിക്കപ്പെടുന്ന പ്രതിപാദിക്കപ്പെടുന്ന വിഷയം സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ഇങ്ങനെ ഒരു വാക്ക് അൽ കഹഫ് എന്ന വാക്ക് ഈ സൂറത്തില് ചില തവണ ഏതാനും തവണകൾ ആവർത്തിച്ചു വരുന്നതുണ്ട് എന്നതുകൊണ്ട് മാത്രം അതൊരു അടയാളമായിട്ട് സ്വീകരിക്കപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിത്യജീവിതവുമായി വളരെയേറെ ബന്ധമുള്ള ഈ സൂറത്തിന്റെ അതിലെ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചതോറും ഒരിക്കലെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലും നമുക്കൊരു തദ്കിറത്തൊക്കെ ആയിട്ട് അത് വർത്തിക്കും, അതിന് ഉപകരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.